അപ്പോൾ ഇനി മൊഡ്യൂൾ 4ൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ക്ലാസ്സുകളിലൊക്കെ ഇത് എടുത്തതാണ്, എങ്കിലും ഞാൻ ആ ഭാഗം ഒന്നും കൂടി വീഡിയോ ആയിട്ട് ഇടുകയാണ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മൊഡ്യൂൾ 4ൻ്റെ ആദ്യത്തെ സെക്ഷനായിട്ട് എടുക്കണം. അപ്പോൾ ആദ്യ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ലെറ്റ് വി ഫ്രം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷൻ, ലെറ്റ് വി ഫ്രം ടി ഫ്രം വി ടു ഡബ്ല്യു ആണെങ്കിൽ ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ഒരെണ്ണം ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് വേറൊരു വെക്റ്റർ സ്പേസാണിത്. ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് വേറൊരു വെക്റ്റർ സ്പേസിലുള്ള ഫംഗ്ഷനാണ് ടി. അങ്ങനെയുള്ള ഏത് ഫംഗ്ഷനെയും പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അത് ലീനിയർ ആവാൻ രണ്ട് കണ്ടീഷനാണ്. ഒന്ന് എന്തായിരിക്കണം? രണ്ട് വെക്റ്ററിൻ്റെ സമ്മ് ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി. അതായത് നമ്മളിപ്പോൾ ഇൻ്റഗ്രലൊക്കെ ചെയ്യില്ലേ, ഇൻ്റഗ്രൽ ഓഫ് എന്താണ് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രൽ ഓഫ് എ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ബി വൈ എന്ന് എഴുതിക്കൂടെ? അതുമായിട്ടുള്ളൊരു ഇതാണിത്. ഓക്കെ, രണ്ടാമത്തത് ടി ഓഫ് സി യു ഈക്വൽ ടു സി ഇൻറ്റു ടി യു. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ ഓഫ് എ എക്സ് സ്ക്വയർ എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാൻ പറ്റും, എക്സ് സ്ക്വയർ ഡി എക്സ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സി എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, രണ്ടാമത്തെ കണ്ടീഷനിൽ ചെയ്യുന്ന അതാണ്. സി എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ടിയുടെ അകത്ത് ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. അത് ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് നമ്മുടെ അടുത്തത്. അപ്പോൾ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിരിക്കുകയാണ്. ടി ഓഫ് വി വൺ വി ടു ഈക്വൽ ടു ടി ഓഫ് വി വൺ പ്ലസ് ടി ഓഫ് വി വൺ വി ടു ഈക്വൽ ടു വി വൺ മൈനസ് വി ടു വി വൺ പ്ലസ് ടു കോമ വി വൺ പ്ലസ് ടു വി ടു. അപ്പോൾ അതിൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു വെക്റ്റർ ഉണ്ടെങ്കിൽ ആദ്യത്തെ എന്താണ് ഒരു ഇമേജ്, ഫസ്റ്റ് വി വൺ മൈനസ് വി ടു, ഇപ്പോൾ 2 3 ആണെങ്കിൽ 2ൽ നിന്ന് 3 ഓർക്കുന്നു, -1. ഓക്കെ, അടുത്ത എന്താണ് രണ്ടാമത്തെ കമ്പോണൻറ്റ് എന്നുള്ളത് വി വൺ പ്ലസ് ടു വി ടു. വി വൺ എന്നുള്ള 2 പ്ലസ് 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 2 8. ഇതാണ് അതിൻ്റെ ഇമേജ് വരിക. അതായത് ഇതിലിപ്പോൾ ഒരു നമ്പറും ഇതിപ്പോൾ 2ഉം 3യും കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ 2 3 2 മൈനസ് 3, അടുത്ത 2 പ്ലസ് 2 ഇൻറ്റു 3, അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ലീനിയർ ആണ് എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രേ ചെയ്യാനുള്ളൂ. ഫസ്റ്റ് ഈ രണ്ട് കണ്ടീഷൻസ് നേരത്തെ പറഞ്ഞല്ലോ, ലീനിയറിറ്റിയുടെ രണ്ട് കണ്ടീഷൻസ്, ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വിയും ടി ഓഫ് സി യു ഈക്വൽ ടു സി ഇൻറ്റു ടി യുവും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തത് എന്ത് ചെയ്തു? രണ്ട് വെക്റ്റേഴ്സ് എടുത്തു. വി ഈക്വൽ ടു വി വൺ വി ടു എടുത്തു, യു ഈക്വൽ ടു യു വൺ യു ടു. ഇങ്ങനെ രണ്ട് വെക്റ്റേഴ്സ് എടുത്തു. വിയും എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതേ തന്നെ എടുത്തോളൂ. വി എടുക്കുമ്പോൾ അകത്ത് വി വൺ വി ടു, യു എടുക്കുമ്പോൾ അകത്ത് യു വൺ യു ടു. എങ്കിലാണ് അത് ഇൻഡെക്സുകളെ ക്ലബ് ചെയ്യാൻ എളുപ്പമുണ്ടാവുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണല്ലോ. ഫസ്റ്റ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ കണ്ടീഷനാണല്ലോ. യു വൺ ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി അല്ലേ? അതിനു വേണ്ടി യു പ്ലസ് വി കണ്ടു. യു പ്ലസ് വി എന്ന് പറയുന്നത് യു, ഇത് വി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടി. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടി. യു വൺ പ്ലസ് വി വൺ പ്ലസ് യു വൺ. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ടിയിലിട്ട് കൊടുത്തു, ഫംഗ്ഷനിലിട്ട് കൊടുക്കില്ലേ, ഫംഗ്ഷനിലിട്ട് കൊടുത്തു. ടി ഓഫ് യു പ്ലസ് വി ഇത് നേരെ ഇവിടെ ഇട്ട് കൊടുത്തു, ഇതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിലെന്ത് ചെയ്യുന്നു? ആദ്യത്തെ കമ്പോണൻറ്റ് ഇതെന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ നിന്ന് രണ്ടാമത്തെ കുറക്കുക. ഫസ്റ്റ് കമ്പോണൻറ്റ് യു വൺ പ്ലസ് വി വണ്ണിൽ നിന്ന് യു ടു പ്ലസ് വി ടു കുറച്ചു ആദ്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതിലെന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ ടിയിൽ ചെയ്യുന്ന എന്താ ഇതല്ലേ? ടിയിൽ ചെയ്യുന്നത് വി വൺ പ്ലസ് ടു വി ടു. അപ്പോൾ വി വൺ, ഇത് വി വൺ പ്ലസ് 2 ഇൻറ്റു വി ടു. ഓക്കെ, ചെയ്തു. എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? വലുതാക്കിയിട്ട് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? യുവിൻ്റെ ടേംസും വിയുടെ ടേംസും രണ്ടായിട്ട് ക്ലബ് ചെയ്തെടുത്തു. യുവിൻ്റെ ടേംസാണ് ഇത്, വിയുടെ ടേംസാണ് ഇത്. യുവിൻ്റെ ടേംസ് ആദ്യം ഇങ്ങനെ യു പ്ലസ് എന്നുള്ള ഫോമിൽ എഴുതി. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇവിടുന്ന് ഇങ്ങോട്ട് ഇതേണ്ട എക്സ്പാൻഡ് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ഉണ്ടല്ലോ, ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി എന്നുള്ളത് ടി ഓഫ് എന്താണ് യു വൺ യു ടു പ്ലസ് ടി ഓഫ് വി വൺ വി ടു, ഇതാണ്ട് എക്സ്പാൻഡ് ചെയ്തിടുക. എന്നിട്ട് ഇത് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ആ രീതിയിൽ രണ്ട് സൈഡ് കൊണ്ട് എക്സ്പാൻഡ് ചെയ്തിട്ടാൽ മതി. ഈ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ കൊടുത്തിട്ടാണ് എക്സ്പാൻഡ് ചെയ്തിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് കൊടുക്കുക. ഇനി അടുത്ത് എന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് സി യു ഈക്വൽ ടു സി ഇൻറ്റു യു വൺ യു ടു. അപ്പോൾ എന്ത് ചെയ്യണം? സി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു,
ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ടി ഓഫ് സി യു കണ്ടു. ടി ഓഫ് സി യു എന്നുള്ളത് ഇതിങ്ങനെ ഇട്ടു. എന്നിട്ട് അതിന് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, എൽ എച്ച് എസ് ആണ്. എൽ എച്ച് എസ് ഈക്വൽ ടു, ഇനി നമ്മൾ എന്ത് ചെയ്തു, ആർ എച്ച് എസ് കാണാൻ വേണ്ടി ഇത് വേണ്ട, ടി ഓഫ് സി ഇൻറ്റു ടി ഓഫ് യു വേറെ കണ്ടു. സി ഇൻറ്റു ടി ഓഫ് യു, സി ഇൻറ്റു ടി ഓഫ് യു വൺ യു ടു ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു നമുക്ക് എന്ത് ചെയ്തു, യു വൺ യു ടു അണിച്ച് എന്തായിരിക്കും, യു വൺ പ്ലസ് യു ടു. അതല്ല ഇക്വേഷൻ പറയുന്നത്, ടിയുടെ ഡെഫിനേഷൻ അങ്ങനെയല്ലേ, ടി ഓഫ് യു വൺ പ്ലസ് യു ടു എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, കോമ യു വൺ പ്ലസ് അടുത്ത് എന്താ വരുന്നത്, ഫസ്റ്റ് യു വൺ മൈനസ് യു ടു ആണ് ഇവിടെ, യു വൺ മൈനസ് യു ടു, അടുത്തത് യു വൺ പ്ലസ് ടു യു ടു, യു വൺ പ്ലസ് ടു യു ടു. എന്നിട്ട് എന്ത് ചെയ്തു, സി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വന്നു, സി യു വൺ പ്ലസ് മൈനസ് സി യു ടു കോമ സി യു വൺ പ്ലസ് ടു സി യു ടു. ഇത് തന്നെയല്ലേ ഈ കാണുന്നതും ഇതും ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത്, ടി ഓഫ് സി യു ഈക്വൽ ടു സി ഇൻറ്റു ടി ഓഫ് യു എന്ന് എഴുതി. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടികളും നമുക്ക് വേണ്ട രണ്ട് പ്രോപ്പർട്ടികൾ ഏതൊക്കെയാണ്, ഒന്ന് ഇതാണ്, ഈ പ്രോപ്പർട്ടിയാണ്, അതും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, അതും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു, ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. ഈ തന്നിരിക്കുന്ന സാധനത്തിൽ കൊടുക്കുക, യു വൺ പ്ലസ് വി വൺ എടുത്തിട്ട് ഇതിൽ തന്നിരിക്കുന്ന സാധനത്തിൽ കൊടുക്കുക, എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, യുവും വിയും സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് ടി ഓഫ് യുവും ടി ഓഫ് സിയും സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് സം ചെയ്ത് കഴിഞ്ഞാൽ ആർ എച്ച് എസും കിട്ടും. അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, ഇനി അല്ലാത്ത കേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഫസ്റ്റ്. അതായത് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്നുള്ള കേസുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും രണ്ട് വേരിയബിൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ എക്സും വൈ, ടി ഓഫ് എക്സ് വൈ അല്ലേ, ഇതിലിപ്പോൾ രണ്ടാമത്തെ ടേമിൽ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താ, ടി ഓഫ് എക്സ് വൈ എന്നല്ല എഴുതിയിരിക്കുന്നത്. ഈ ഇങ്ങനെയുള്ള ടേം മൾട്ടിപ്ലൈ ചെയ്യേ സ്ക്വയർ ചെയ്യേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല. ഓക്കെ, പിന്നെ അടുത്തത് ഇപ്പോൾ ഇതേമാതിരി ഇപ്പോൾ ടി ഓഫ് യു എക്സ് പ്ലസ് വൈ, ഇത് ഒരു കാര്യം കൂടി ഇട്ടു, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, അതിൽ സ്ക്വയർ ഉണ്ട്, അതുകൊണ്ടാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇല്ല. അത് നേരത്തെ ഉണ്ടായിരുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇല്ല, കാരണം സ്ക്വയർ വരുന്നുണ്ട്, അത്രയും നോക്കിയാൽ മതി. അടുത്തത് ഒരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, +1 എന്നൊക്കെ കിടക്കുകയാണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല. ഇനി ഏറ്റവും അവസാനം ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് സീറോ അല്ലാത്ത നമ്പർ ആണെങ്കിൽ, സീറോ ആണെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ എക്സ് വൈ 0 എന്ന് പറയും. ഇപ്പോൾ 2ക്ക് പകരം ഇവിടെ 0 ആയിരുന്നു വെച്ചെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. 2 ആയതുകൊണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ളതിനെ എങ്ങനെയാണ്, അല്ലാത്തത് എങ്ങനെയാണ് ഡിസ്പ്രൂവ് ചെയ്യുക എന്നുള്ളതിനുള്ള ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ടി ഓഫ് സി യു ഈക്വൽ ടു സി ഇൻറ്റു ടി യു, അതാണ് ഏറ്റവും എളുപ്പം ഡിസ്പ്രൂവ് ചെയ്യാൻ. അത് ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും എളുപ്പം ഡിസ്പ്രൂവ് ആവുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കേസിൽ ഞാൻ ഇത്രയേ ഉള്ളൂ, ഈ കമ്പോണൻറ്റ് നടുക്കുള്ള ഈ റെഡിലുള്ള ഇതുള്ള കമ്പോണൻറ്റ് എക്സ് വൈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കമ്പോണൻറ്റ് അത് സീറോ അല്ലാത്ത രീതിയിലുള്ള ഒരു വെക്ടർ എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അതുമാതിരി എന്നിട്ട് സി ഈക്വൽ ടു ഒരു 2 എടുക്കുക, 1ഉം 0 അല്ലാത്തൊരു സി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, യു ഈക്വൽ ടു എന്ത് ചെയ്യണം, ഒരു വെക്ടർ എടുത്തു. ഇത് എക്സ് വൈ എന്നുള്ളത് 0 ആവില്ല, അത്രേ എനിക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് വെച്ചോ, ടി ഓഫ് 2 ഇൻറ്റു ടി ഓഫ് യു ഈക്വൽ ടു, ടി ഓഫ് യു എന്തായിരിക്കും, ടി ഓഫ് യു എന്ന് പറയുന്നത് ടി ഓഫ് 1 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 1 1. ഓക്കെ, ഇനി നമുക്ക് സി യു അല്ലേ കാണണ്ടേ, ടി ഓഫ് സി യു ഈക്വൽ ടു എന്തായിരിക്കും, ടി ഓഫ് സി കൊണ്ട് ആ യുവിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം, 2 കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി യു കണ്ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 4 2. നമുക്ക് എന്തായിരിക്കും, 2 ഇൻറ്റു ടി യു, ടി ഓഫ് യു 2 ടി ഓഫ് യു ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, 2 ഇൻറ്റു 1 1 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 2 2 ആയിരിക്കും. ഇതും 2 4 രണ്ടാമത്തെ ടി ഓഫ് സി യുവും ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു ടി ഓഫ് സി യു. അതുകൊണ്ട് എന്താണ്, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോം. ഓക്കെ, നിങ്ങളങ്ങനെ ഷോർട്ട് ഫോം എഴുതരുത്, നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോം മുഴുവനായിട്ട് എഴുതണം. ഓക്കെ, ഇനി അടുത്ത കേസ് ഇതിപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു സി എടുക്കുക, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ളത്
നോൺ സീറോ എന്ന രൂപത്തിൽ എടുക്കുക. നേരത്തെ പറഞ്ഞത് തന്നെ എടുക്കുകയാണ്. സി ഈക്വൽ ടു 1ഉം സി ഈക്വൽ ടു 2ഉം യു ഈക്വൽ ടു നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? സി യു ഈക്വൽ ടു, ഞാൻ സി യു ആദ്യം കാണുകയാണ്. സി യു ഈക്വൽ ടു എന്താണ്? 2 × 1 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 2. ടി ഓഫ് സി യു കണ്ടു. ടി ഓഫ് 2 2. അപ്പോൾ എത്രയ്ക്കും വരാം? 2, 2, 2 + 2 ഹോൾ സ്ക്വയർ, 2 + 2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 2 16 കിട്ടും. ഓക്കെ, അടുത്തത് നമ്മൾ സി × ടി യു ആണ്. സി × ടി ഓഫ് യു ഈക്വൽ ടു 2 × ടി ഓഫ് 1 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 × ടി ഓഫ് 1 1 എന്താണ്? 1ഉം 1ഉം കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്നാമത്തെ 1 തന്നെ, രണ്ടാമത്തെ 1 തന്നെ, മൂന്നാമത്തെ 1 + 1 ഹോൾ സ്ക്വയർ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 2 2 8 വരും. ദെർഫോർ എന്തല്ല? ടി ഓഫ് സി യു നോട്ട് ഈക്വൽ ടു സി × ടി ഓഫ് യു. അപ്പോൾ എന്തല്ല? നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോം എന്ന് എഴുതിയിട്ട് അത് അവസാനിപ്പിക്കാം. അടുത്ത എക്സാമ്പിൾ ഇതാണ് 2x + 1. അവിടെയും നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇതേ സാധനം തന്നെ എടുക്കാം. പുട്ട് സി ഈക്വൽ ടു 2 യു ഈക്വൽ ടു 1 1. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? സി യു ഈക്വൽ ടു എന്താണ്? 2 2. ടി ഓഫ് സി യു ഈക്വൽ ടു ടി ഓഫ് 2 2 ഈക്വൽ ടു 2 4 + 1 5 5 2. ഓക്കെ, ഇനി അടുത്തത് 2 × ടി ഓഫ് യു ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × ടി ഓഫ് 1 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 1 1 ഇതിലിട്ട് കൊടുക്കുക. 1 2 + 1 1 അല്ല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് വരും? 2 + 1 3, 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 6 2. അപ്പോൾ എന്തായി? ടി ഓഫ് സി യു നോട്ട് ഈക്വൽ ടു ടി ഓഫ് യു നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോം. ഇനി അടുത്തത് ഇതിലും അതേമാതിരി തന്നെ ഇട്ട് കൊടുത്താൽ മതി. സി ഈക്വൽ ടു 2 യു ഈക്വൽ ടു 1 1. ഓക്കെ, ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടി യു എന്താ വരിക? ടി യു ഈക്വൽ ടു ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മതി. 2 × ടി ഓഫ് 2 യു ഈക്വൽ ടു എന്താ വരിക? 2 2 2. ആ സമയം 2 × ടി ഓഫ് യു എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 1 1 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 2 4. അത് എന്തല്ല? ടി ഓഫ് സി യു നോട്ട് ഈക്വൽ ടു ടി ഓഫ് യു. അതും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല. ഇനി ഒരു മോഡലും കൂടി അതിനകത്ത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലാത്തത് വരുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇതാണ്. ഇപ്പം ഞാനീ പറഞ്ഞിട്ടുള്ള സി ഈക്വൽ ടു 1ഉം യു ഈക്വൽ ടു 1 1 കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാമ്പിളേ ഉള്ളൂ. അത് ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൈ വരികയാണെന്ന് വെച്ചെങ്കിൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ ഈ ഒരു സാധനം ഫെയിലാവും. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? ഇത്രേ ചെയ്യേണ്ടുള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് × വൈ ആണ് കേട്ടോ. u1 u2 ഈക്വൽ ടു 1 1 1 1 0 യു 1 0യും യു ഈക്വൽ ടു 1 0യും വി ഈക്വൽ ടു 0 1 കൊടുക്കുക. ഇതെടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം? ടി ഓഫ് യു പ്ലസ് വി ആണ്, ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫെയിലാവും. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് വരുന്ന കേസിൽ എന്താ? യുവും വി ഇങ്ങനെ ചൂസ് ചെയ്താൽ മതി. 1 0യും 0 1. ബാക്കിയുള്ളതിന് എല്ലാത്തിനും നേരത്തെ പറഞ്ഞ മാതിരി സി ഈക്വൽ ടു 2 കൊടുക്കുക, യു ഈക്വൽ ടു 1 1 1 2 എന്തെങ്കിലും കൊടുക്കുക. മിക്കവാറും കേസുകളിലൊക്കെ അത് വിജയിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും കേസിൽ വിജയിക്കില്ലെങ്കിൽ നിങ്ങളത് കുറച്ച് എക്സാമ്പിൾ മീൻസ് ഏതെങ്കിലും കേസിൽ വിജയിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് ഇതിനൊന്ന് മോഡിഫൈ ചെയ്താൽ മതി. ഈ സി ഈക്വൽ ടു 2നെയും 1 1നെയും ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ മിക്കവാറും ഈ 2 എക്സാമ്പിളുകൾ ഉണ്ടല്ലോ, രണ്ടിലൊന്ന് എന്തായാലും നിങ്ങൾക്ക് നോന്ന് പ്രൂവ് ചെയ്യാൻ വിജയിക്കും. ഓക്കെ, ഇനി
നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഗിവൺ ബൈ എ മെട്രിക്സ്. ഇപ്പോൾ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടി ഓഫ് എക്സ് എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു മെട്രിക്സ് എടുക്കുന്നു 2 3 4 5. ഇതിനെ എക്സ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ഒന്നാമത്തെ കമ്പോണൻറ്റ് 2 × 2x + 3y 4x + 5y. ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ടി ഓഫ് വി ഈക്വൽ ടു എ വി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത് നോക്കിയപ്പോൾ ഇതാണ് ഡൊമൈനും റേഞ്ചും. വെക്റ്റേഴ്സ് ഇപ്പോൾ ടി എന്നുള്ളത് r⁴n നിന്ന് r⁴m നോക്കുക. n എന്ന് പറയുന്നത് എന്താണ് ഇത് n എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് കോളംസ് ആണ്. n ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. m ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ആണ്. അപ്പോൾ ഈ കേസിൽ 2 3 അപ്പോൾ അതുകൊണ്ട് r³ ടു r³ ആണ്. ഈ കേസ് രണ്ടാമത്തെ കേസിൽ എന്താണ് ഇതിൽ? ഇപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ നോക്കൂ, 2 കോളാണെന്നുള്ളതുകൊണ്ട് തന്നെ r² ടു ഇത് എത്രയുണ്ട്? റോ എത്രയുണ്ട്? റോ 3 r³ ടി എന്നുള്ളത് ഇത് r² ടു r³ ആയിരിക്കും. മൂന്നാമത്തെ എത്രയായിരിക്കും നോക്കി നോക്കൂ, ടി ഫ്രം 1 2 3 4 കോളുണ്ട്. അപ്പോൾ t⁴ ടു t⁴2 r², t⁴ r⁴2. അപ്പോൾ നോക്കൂ, r⁴ ഇൻറ്റു r⁴2. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡൊമൈൻ്റെയും റേഞ്ചിൻ്റെയും ഡയമെൻഷൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അടുത്തത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ടി ഓഫ് 0 ഈക്വൽ ടു 0 ആയിരിക്കും. 0ൻ്റെ ഇമേജ് എപ്പോഴും 0 ആയിരിക്കും. ടി ഓഫ് -v ഈക്വൽ ടു ടി ഓഫ് മൈനസ് ഓഫ് ടി വി ആയിരിക്കും. അടുത്ത u - v എന്ന് പറയുന്നത് u+v അല്ലേ നമ്മൾ പറഞ്ഞത്. ടി ഓഫ് u+v ഈക്വൽ ടു ടി ഓഫ് u പ്ലസ് ടി ഓഫ് വി അല്ലേ പറഞ്ഞത്. അത് ടി ഓഫ് u - v എന്നുള്ളത് ഇങ്ങനെയായിരിക്കും. അടുത്തത് എന്താ വെച്ചാൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ്. ഒരു 3-4 വെക്റ്റേഴ്സ് ഉണ്ട്, അതിന് ഓരോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ സം ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിന് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് C1 കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കും. ഫോർ എക്സാമ്പിൾ ടി ഓഫ് ax പ്ലസ് by ഈക്വൽ ടു എന്തായിരിക്കും? a ഇൻറ്റു ടി ഓഫ് എക്സ് പ്ലസ് b ഇൻറ്റു ടി ഓഫ് വൈ ആയിരിക്കും. ഇങ്ങനെ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക, പ്ലസ്സിൽ സ്പ്ലിറ്റ് ചെയ്യുക, എഴുതുക, അങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് 4 പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്. നമുക്ക് ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 പോയിൻ്റ് തരും. ടി ഓഫ് 1 0 0 എന്നതാണെന്നും ടി ഓഫ് 0 1 0 എന്നതാണെന്നും ടി ഓഫ് 0 0 1 എന്നതാണെന്നും പറഞ്ഞിട്ട് നമ്മളോട് ഒരെണ്ണം കാണാൻ പറയും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണാനുള്ളതിനെ, ഇവിടെ ഈ അകത്തുള്ളതിനെ, ഇതിൻ്റെ ഈ 3 എണ്ണത്തിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഈ കേസിൽ നമുക്ക് എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 2 × 1 0 0 പ്ലസ് 3 × 0 1 0 പ്ലസ് 4 × 0 3 0 0 3 1. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത എന്താ ചെയ്യുന്നത്? ഇനി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അവർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആ പറഞ്ഞ മാതിരി തന്നെ മൈനസാണ് കേട്ടോ. മൂന്നാമത്തെ മൈനസാണ്. -2 അല്ലേ? അപ്പോൾ -2 പുറത്തെടുത്തിട്ട് 4 × -2 പുറത്തെടുത്തിട്ടില്ല. ഈ 3 കോഎഫിഷ്യൻ്റ് ഉണ്ട്. ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് മൂന്നാമത്തുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുമല്ലോ, ഈ നമ്പർ കിട്ടുമല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാത്തിനും കൂടി ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇങ്ങനെയുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. അതുമാതിരി അപ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, ടി എന്നുള്ളത് ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ വെക്ടറിൻ്റെതായിട്ട് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 1 0 0ൻ്റെ ഇമേജ് ഇവിടെ നോക്കി. 2 - 1 4 ആണ്, അതാണിത്. ഓക്കെ, അതുമാതിരി 0 1 0ൻ്റെ ഇമേജ് ഇവിടെ നോക്കി, അതാണിത്. അടുത്തത് 0 0 1ൻ്റെ ഇമേജ് ഈ മൂന്നാമത് കിടക്കുന്നുണ്ട്, അതാണിത്. ഇത് 3 കൂടി ഞാൻ കൂട്ടി. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും.